പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആരംഭിക്കുകയായി. അതിനൊരുക്കമായുള്ള 15 നോമ്പും ആരംഭിക്കാൻ ദിവസങ്ങളേ ഉള്ളൂ. പരിശുദ്ധ അമ്മയുടെ പേരിൽ ധാരാളം തിരുനാളുകൾ പരിശുദ്ധ കത്തോലിക്കാ സഭയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാൾ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ. 9-ാം നൂറ്റാണ്ടിൽ നിക്കോളോസ് ഒന്നാമൻ മാർപ്പാപ്പ ഈ തിരുനാളിനെ ക്രിസ്തുമസിനോടും ഈസ്റ്റർ തിരുനാളിനോടും തത്തുല്യമായി ആഘോഷിക്കാൻ, അത്രത്തോളം പ്രാധാന്യത്തോടെ ആഘോഷിക്കാൻ കത്തോലിക്ക വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ സ്വർഗാരോഹണ തിരുനാൾ? പരിശുദ്ധ അമ്മ തൻ്റെ ഈ ലോക ജീവിതത്തിന് ശേഷം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് വിശ്വാസ പാരമ്പര്യം. ആദിമ സഭയിൽ തന്നെ ഈ വിശ്വാസ പാരമ്പര്യം രൂഢമൂലമായിരുന്നു. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽ AD 2-3 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട ചില അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ തിരുനാളിനെക്കുറിച്ചുള്ള, ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. അപ്രകാരം പൗരസ്ത്യ സഭകളിൽ ഈ തിരുനാൾ ആഘോഷിക്കാനും തുടങ്ങി. പ്രത്യേകിച്ച് 5-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിളാണ് ഔദ്യോഗികമായി ഈ തിരുനാൾ ആഘോഷിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്തത്. അതിനുശേഷം 6-ാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ സഭകളിൽ ഓഗസ്റ്റ് 15-ന് ഈ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. വീണ്ടും 9-ാം നൂറ്റാണ്ടിൽ ലയോ 4-ാമൻ മാർപ്പാപ്പ ഈ തിരുനാളിനൊരുക്കമായി ഒരാഴ്ചത്തെ പ്രത്യേകമായ പ്രാർത്ഥനാ അനുഷ്ഠാനങ്ങളും ജാഗരണ പ്രാർത്ഥനയും കൂട്ടിച്ചേർത്തു. അങ്ങനെ ഓഗസ്റ്റ് 15-ന് വളരെ ആഘോഷത്തോടെ ഈ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. മറ്റേത് പൗരസ്ത്യ സഭകളെയും പോലെ തന്നെ ഭാരതത്തിലെ മാർത്തോമ നസ്രാണികളും ഈ തിരുനാൾ ഏറെ ഭക്തി ആദരവുകളോടെ കൊണ്ടാടിയിരുന്നതാണ്. പിൽക്കാലത്ത് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് കൂടുതൽ പ്രാധാന്യം കൈവന്നതോടെയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിന് അല്പം മങ്ങലേറ്റത്. അത് നാം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നത് നാമും നമ്മുടെ മരണശേഷം പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗമഹത്വത്തിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ള വിശ്വാസ സത്യത്തെ സാധൂകരിക്കാനാണ്. അതുകൊണ്ട് ഈ തിരുനാൾ ഏറെ നോമ്പെടുത്ത് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആചരിക്കുമ്പോൾ നമുക്കും നിത്യതയിലുള്ള വിശ്വാസം, മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസം നാം പ്രഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാ ക്രിസ്ത്യാനികളും ഈശോയുടെ ഉത്തമ സ്നേഹിതരാണ്, ഈശോയുടെ ഉത്തമ ശിഷ്യരാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന സകലരും അവർക്ക് മരണശേഷം ഉത്ഥാന മഹത്വം ലഭിക്കും എന്നതിൻ്റെ അച്ചാരമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിത്യതയിലുള്ള വിശ്വാസമാണ് നാം വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിത്യതയിലുള്ള വിശ്വാസം ഒരിക്കൽ കൂടി നാം ഏറ്റുപറയുകയാണ് ഈ തിരുനാൾ ആചരണത്തിലൂടെ. അതുകൊണ്ട് ഈ തിരുനാൾ ആചരണം ഏറെ ഭക്തി ആദരവുകളോടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും വഴി അർത്ഥപൂർണമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു.